ഇതിനകത്ത് നേരത്തെ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ. ഇപ്പോൾ പോലീസ് പറയുന്നത് വീണ്ടും ഒരു പുതിയ പരാതി കേസെടുക്കാൻ താങ്കൾക്ക് കോടതിയെ സമീപിക്കാമെന്നാണ് പറഞ്ഞത്. കോടതിയെ സമീപിക്കുമോ? അല്ല, അതിപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കോടതിയിൽ പോകേണ്ടതാണെങ്കിൽ ഞാൻ കോടതിയിൽ പോകും. ഇപ്പോൾ തന്നെ ഞാൻ അഡ്വക്കേറ്റ് വിശ്വൻ മുഖാന്തരം വക്കീൽ നോട്ടീസ് DC ബുക്സിന് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നടപടികളിലേക്ക് പോകും. പിന്നെന്താ, ഏറ്റവും ഗുരുതരമായൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒരു ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള തെറ്റാണ് ചെയ്തത്. എന്നെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നുള്ളത് എനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണ്. എല്ലാ വശങ്ങളും പുറത്തു കൊണ്ടുവരാൻ നിയമപരമായിട്ടും എല്ലാ നടപടികളും ഞാൻ സ്വീകരിക്കും. ഞാനൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയണമെങ്കിൽ എല്ലാ വസ്തുതകളും തെളിവുകളും എൻ്റെ കൈവശം വന്നാലേ പറയൂ. ഇപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളിലുള്ള നിരീക്ഷണമാണ് ഞാനീ പറഞ്ഞത്. ആ നിരീക്ഷണങ്ങൾ ഒരിക്കലും പലപ്പോഴും തെറ്റാറില്ല. നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും തോന്നും, എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസവും രാവിലെ ഇങ്ങനൊരു വാർത്ത സൃഷ്ടിക്കുന്നു. ആ കാര്യങ്ങൾ തന്നെ ഉള്ളതാണെങ്കിലും തിരക്കേടില്ല. അപ്പോൾ അത് കേൾക്കുന്നവർക്കും എല്ലാ രംഗത്തുമുള്ളവർക്കും ഇത് ഒരു ആസൂത്രിതമാണ് എന്നുള്ള ബോധ്യമുണ്ടാകും. പുതിയ പരാതി നൽകാനാണ് പോലീസ് എന്ന് മാത്രമല്ല, നിങ്ങൾ നോക്കുക, അത് ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആദ്യം വന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവാരമുള്ള പത്രമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ വരുമോ? ടൈംസ് ഓഫ് ഇന്ത്യയെ പോലെ ഉന്നത നിലവാരം പുലർത്തി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം, ഇംഗ്ലീഷ് മാധ്യമത്തിൽ ഇങ്ങനൊരു വാർത്ത വരുമോ? സാധാരണഗതിയിൽ വരില്ല. അത് വളരെ ഇടപെടലുകളും സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിലേ വരൂ. അപ്പോൾ അതിൻ്റെ എല്ലാ മേഖലകളിലും എന്താണ് എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. പുതിയ പരാതി നൽകാനാണ് പോലീസ് ആവശ്യപ്പെടുന്നെങ്കിൽ പുതിയ പരാതി നൽകുമോ? അതെ, ഞാനത് പോലീസ് എന്താണ് ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, അതിൻ്റെ റിപ്പോർട്ട് എനിക്ക് തന്നിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ നിയമപരമായി ചെയ്യേണ്ടത് ആ കാര്യം ഞാൻ ചെയ്യും. ഇതിൻ്റെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവി ശ്രീകുമാറിൽ നിന്നാണ് ഇത് ചോർന്നതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എനിക്ക് അയാളെ അറിഞ്ഞുകൂടാ. എനിക്കതിൽ അവിടെയുള്ള ഈ DC ബുക്സിൻ്റെ ആരെയും അധികം അറിയില്ല. എനിക്ക് തോന്നുന്നു 1, 2, 3 പ്രാവശ്യം ഈ DC ബുക്സിൻ്റെ രവി എന്ന് പറയുന്ന ആളെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ഞാനുമായി അടുത്ത് ബന്ധമുള്ള ഒരാളെ അല്ല. ശ്രീകുമാറിനെ ആരെങ്കിലും സ്വാധീനിച്ചാണോ ചേട്ടാ? അല്ല, ഇപ്പോൾ ഞാൻ കാര്യങ്ങളൊന്നും പറയും. ശ്രീകുമാറിനെ DC ബുക്സ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയെങ്കിലും അവർ ഒരു നിലവാരം കാണിച്ചു. ഇങ്ങനെ അതിൻ്റെ പിന്നിൽ ഈ ശ്രീകുമാറിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഇങ്ങനെ ഈ വാർത്ത ഉണ്ടാക്കി കൊടുക്കാൻ കാരണം എന്താണ്? കാരണം ഇത് ഞാൻ നിശ്ചയിച്ച് ഞാൻ പബ്ലിഷ് ചെയ്യേണ്ട ഏതെങ്കിലും പബ്ലിഷിംഗ് കമ്മിറ്റിക്കുണ്ടെങ്കിൽ ഞാൻ എഗ്രിമെൻ്റ് വെച്ച് ഒരെഗ്രിമെൻ്റല്ല 5 എഗ്രിമെൻ്റ് വെക്കണം. ആ പ്രോസസ്സ് മുഴുവൻ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ളൊരു കാര്യം എങ്ങനെയാണ് ഇങ്ങനെ വന്നത്? അപ്പോൾ ആ കാര്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റുകളും പല വഴിവിട്ട കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്.